വേഗമായോ പരിപാടി തുടങ്ങാറായി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി. അപ്പോൾ പിന്നെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി വേഗം വണ്ടിയും പോയിട്ടാണ്. ഉണ്ണോളൊന്നും എന്തേ കുളിച്ച് ഡ്രസ്സ് മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോവാട്ടാന്ന് പറഞ്ഞിട്ട് വേഗം എന്തേ ചേട്ടൻ്റെ കൂടെ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തുമ്പോൾ എന്തേ പരിപാടി സ്റ്റേജിൽ പ്രസംഗമൊക്കെ തുടങ്ങുന്നതിന് മുന്നേ അംഗൻവാടിക്കാരുടെ പരിപാടി തുടങ്ങും കേട്ടോ. ആഗ്നി ലക്ഷ്മി അൻസ നൈതിക് ഹെവൻ. അതാ നമ്മളവിടെ എത്തിയപ്പോൾ സ്റ്റേജിൽ കയറ്റി. അപ്പോൾ വേഗം തന്നെ പരിപാടി തുടങ്ങിയിട്ട് 5 മിനിറ്റ് വൈകിയെന്ന് വെച്ചാൽ നമുക്ക് പരിപാടി കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതേ ഉണ്ണോൾക്കൊന്നും എന്തായാലും കാണാൻ പറ്റില്ല. അവർ വരുമ്പോഴേക്കും പരിപാടിയൊക്കെ കഴിഞ്ഞു. അടിപൊളിയായിട്ട് ഇതേ കാണാൻ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ. അതേ മാരെ എന്തായാലും സമ്മതിക്കണം കേട്ടോ. ഇത്ര ചെറിയ പിള്ളേരെ ഇങ്ങനെ പഠിപ്പിച്ചുണ്ടാക്കണ്ടേ. എന്നാലും ഇപ്പോൾ അവർ കളിച്ചില്ലെങ്കിലും സ്റ്റേജിൽ എല്ലാവരും ഒരുപോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കയറുമ്പോൾ തന്നെ അത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ടീച്ചർ ഇതേ പുറത്തേക്ക് അവരെ സ്റ്റേജിൽ നിന്ന് ഇറക്കിയിട്ട് ഗ്രൗണ്ടിൽ ഒന്ന് തുള്ളിക്കോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.